ഇലയട ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. ഇന്ന് ഗോതമ്പ് പൊടിയും ചക്കപ്പഴവും വെച്ചിട്ട് നല്ലൊരു ഇലയടയുടെ റെസിപ്പി തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അര കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി അരിച്ചെടുക്കാം. അര കപ്പ് തേങ്ങയും ഒരു 1/4 സ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ നെയ്യും 1/4 കപ്പോളം ചക്കപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. എനിക്ക് ചക്കപ്പഴം അങ്ങ് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പും 1 സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഏതാണ്ട് ഒരു 1/4 കപ്പോളം വെള്ളം പല തവണയായിട്ട് ഒഴിച്ചു കൊടുത്തതാ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഗോതമ്പ് മാവ് റെഡിയാക്കിയെടുക്കാൻ. ഇലയിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇട്ട് കൈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതുള്ളേ. നല്ല കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്ത് വാഴയില ഇതുപോലെ അങ്ങ് അടച്ചെടുക്കാം. ഇതിനി ഒന്നങ്ങ് ആവി കയറ്റിയെടുത്താൽ മതി. നമുക്ക് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് എടുക്കും കേട്ടോ അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ. വാഴയില ഇതുപോലെ പൊളിച്ചു നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ വിട്ടു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ തീരുന്നതിന് മുമ്പ് വേഗം ഇലയട ഉണ്ടാക്കിക്കോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ. ചക്കപ്പഴം കൊണ്ട് വേറെ 2 റെസിപ്പി കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയേ.